നമസ്തേ. സാരമോർക്കിൽ അഹിംസരിൽ സുഗതനോ, ബ്രഹ്മചര്യ പാരകരാം യതികളിൽ ശുഗബ്രഹ്മനോ. 26ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: സാരമോർക്കിൽ അഹിംസരിൽ സുഗതനോ, ബ്രഹ്മചര്യ പാരകരാം യതികളിൽ ശുഗബ്രഹ്മനോ. ഈ ഗുരു ആരേക്കാളൊക്കെ ശ്രേഷ്ഠനായിരിക്കുന്നു. തന്റെ ഗുരുനാഥൻ അണകവിയുന്ന അഴലാഴി ആഴുമന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞ് പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ ദൈവമായി എന്റെ മുമ്പിൽ വിലസുമ്പോൾ ആ ദൈവസ്വരൂപത്തെ എങ്ങനെയൊക്കെയാണ് കാണേണ്ടത്, അറിയേണ്ടത്, അല്ലെങ്കിൽ അവരിലെ എങ്ങനെയൊക്കെ സമാനഗതമായ സുഗതൻ, ശുഗൻ എന്നിവരെക്കാളൊക്കെ ശ്രേഷ്ഠനായിട്ട് ഗുരു വർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സാരമോർക്കിൽ അഹിംസരിൽ സുഗതനോ. സുഗതൻ ബുദ്ധൻ. ബുദ്ധനെപ്പോലെ അല്ലെങ്കിൽ ബുദ്ധതത്വത്തിന്റെ പ്രതീകമാണ് ഗുരു. അഹിംസാ പ്രവാചകന്മാരിലെ അദ്വിതീയനായിട്ട് നിൽക്കുന്ന ഗുരു. അതേപോലെ തന്നെ ബുദ്ധനും അഹിംസയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത രണ്ട് മഹാപുരുഷന്മാര് ലോകത്തിലെ കാണാൻ പ്രയാസമാണ്. അഹിംസ ഏറ്റവും വലിയ ധർമ്മമാണെന്ന് പറയും. അഹിംസ പരമോധർമ്മ. ജീവജാലങ്ങളെ ഹിംസിക്കാതിരിക്കുക എന്നുള്ളത് പരമമായ ധർമ്മമാണ്. പ്രവൃത്തി കൊണ്ട് മാത്രമുള്ളതല്ല ഹിംസ. വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ചിന്ത കൊണ്ട് ഒക്കെ വേണമെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കാം, ഹിംസിക്കാം. അപ്പൊ ത്രികരണങ്ങൾ കൊണ്ടും ഒരാളെ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് പരമമായ അഹിംസ എന്ന് പറയുന്നത്. അതാണ് അഹിംസ പരമോധർമ്മ എന്ന് പറയുന്നത്. ബുദ്ധന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം അഹിംസ പ്രാവർത്തികമാക്കുന്നതിൽ എത്രമാത്രം മുൻപോട്ട് പോയിരുന്നു എന്നുള്ളത്. ബുദ്ധന്റെ കാലത്ത് തന്നെ ബുദ്ധമതം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചരിച്ചിരുന്നു. ഭാരതത്തിലെ വൈദിക മതത്തിന് പല ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വന്നുകൂടിയപ്പോൾ അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഒരുപക്ഷെ ബുദ്ധനുണ്ടായിരുന്നിരിക്കാം. ഏതായിരുന്നാലും ബുദ്ധതത്വങ്ങള് സാധാരണ മനസ്സുകൾക്ക് സ്വീകാര്യമായിരുന്നു. ജീവത്വം നശിച്ച് ബുദ്ധതത്വത്തിലേക്ക് എത്തിച്ചേർന്ന തഥാഗതൻ രാജസുഖഭോഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും, രാജകുമാരനായിരുന്നിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് ആത്മസാമ്രാജ്യത്തിലേക്ക് പ്രവേശിച്ചയാളാണ്. ആ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായി തീരുകയും ചെയ്തു. ബുദ്ധൻ ജനിച്ച് കഴിഞ്ഞ് കൊട്ടാരത്തിലെ ജ്യോതിഷി ബുദ്ധന്റെ ഭാവി നോക്കിയപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ഒന്നെങ്കിൽ രാജ്യത്തിന്റെ ചക്രവർത്തിയാകും, അല്ലെങ്കിൽ അധ്യാത്മലോകത്തെ ചക്രവർത്തിയാകും. അധ്യാത്മലോകത്തെ ചക്രവർത്തിയാവാനാണ് സാധ്യത കൂടുതൽ കാണുന്നതെന്ന് അന്ന് ജ്യോതിഷികൾ പ്രവചിക്കുകയുണ്ടായി. അത്തരത്തിൽ തന്നെ ഗുരു ബോധോദയത്തിനു വേണ്ടി തനിക്ക് കിട്ടിയ സിംഹാസനത്തെയും സുന്ദരിയായ ഭാര്യയെയും അരുമയായ കുഞ്ഞിനെയും ഒക്കെ ഉപേക്ഷിച്ച ഒരു രാത്രിയിൽ വീട് വിട്ടിറങ്ങിപ്പോകുന്ന നയനാനന്ദകരമായ കാഴ്ചയാണ് അധ്യാത്മജിജ്ഞാസുക്കൾക്ക് ബുദ്ധചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പോയി
ബോധോദയം പ്രാപിച്ചു. വടവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് പൂർണിമ ദിവസം പൂർണ്ണ പ്രജ്ഞനായിട്ട് തീർന്നു തഥാഗതൻ. ഈ പരമസത്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങളും അദ്ദേഹം സ്വീകരിച്ചു. എല്ലാവരും ഈ സത്യം അറിയണം. ബോധോദയത്തിന്റെ, ബുദ്ധത്വത്തിന്റെ, ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടുന്ന് ലോകസംഗ്രഹ പ്രവർത്തനം നടത്തുകയും ലോകത്തിലെ ആദ്യമായി മിഷണറി സംഘം രൂപീകരിച്ചതുമൊക്കെ ബുദ്ധഭഗവാനാണ്. സന്യാസിമാരുടെ ഒരു കൂട്ടായ്മയുണ്ടാക്കി അവരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ആത്മതത്വം പറയുവാൻ വേണ്ടി നിയോഗിച്ചു. അതിലൊക്കെ വളരെയധികം വിജയിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പേരില് ജന്തുഹിംസ വളരെ കലശലായിരുന്ന കാലമായിരുന്നു അത്. ദൈവത്തിന് മൃഗങ്ങളുടെ ചോരയും മാംസവും ഒക്കെ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ പാവപ്പെട്ട മൃഗങ്ങളെ കൊല്ലുന്ന രീതി, അതുപോലെ ഭക്ഷണത്തിനു വേണ്ടിയും ജീവജാലങ്ങളെ കൊല്ലുന്നത് തെറ്റല്ല എന്ന ചാർവാക സിദ്ധാന്തം പ്രബലമായി നിന്ന കാലം. ബുദ്ധന്റെ സ്വാധീന വലയത്തിൽ അന്ന് രാജാക്കന്മാർ പോലും പെട്ടുപോയിരുന്നു. അന്നത്തെ ആ നാട്ടിന്റെ ചക്രവർത്തിയായിരുന്ന ബിംബിസാര മഹാരാജാവ് ബുദ്ധമതത്തില് ബുദ്ധന്റെ അഭിപ്രായത്തോടെ വളരെയധികം ആഭിമുഖ്യമുള്ളയാളായിരുന്നു. ഒരിക്കൽ തഥാഗതൻ നടന്നു പോകുമ്പോൾ കുറെ ആടുകളെ മേയ്ക്കപ്പെടുന്നത് കണ്ടു. കുറെ ആടുകളെ തെളിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അതിലെ ഒരു ആട്ടിൻകുട്ടിക്ക് നടക്കാൻ പ്രയാസം, കാലില് ഒടിവ് സംഭവിച്ചിരിക്കുന്നു. ആ ആട്ടിൻകുട്ടിയെ കയ്യിലേന്തിക്കൊണ്ട് ബുദ്ധഭഗവാൻ ബിംബിസാര മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് അഹിംസയുടെ വിവിധ മാർഗങ്ങൾ, ഹിംസ ചെയ്താല് വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഉണ്ടാവുന്ന ദോഷങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ബിംബിസാര മഹാരാജാവ് തന്റെ രാജ്യത്ത് അഹിംസ നടപ്പിലാക്കി എന്നാണ്. അപ്പൊ അങ്ങനെ അഹിംസയുടെ പ്രവാചകനായിട്ട് കാണുന്നത് ലോകചരിത്രത്തില് ഭഗവാൻ ബുദ്ധനാണ്, സുഗതനാണ്. ബുദ്ധന്റെ കാലഘട്ടത്തിന് ശേഷം ലോകത്തെ ഇത്രയധികം പ്രേമിച്ച, ജീവജാലങ്ങളെ സ്നേഹിച്ച, തൻ പോലെ ഉറുമ്പാദിയെയും പാർത്ത ഒരു മഹാപുരുഷൻ പിന്നീട് വരുന്നത് ശ്രീനാരായണ ഗുരുദേവ രൂപത്തിലാണ്. ഇത് കണ്ടിട്ടാണ് മഹാകവി ചോദിക്കുന്നത്, സാരമോർക്കിൽ അഹിംസരിൽ സുഗതനാണോ ഈ നിൽക്കുന്നത്? ഭഗവാൻ ബുദ്ധന്റെ തിരുവവതാരമാണോ ശ്രീനാരായണ രൂപം എന്നുകൊണ്ട് ഈ ഉള്ളവന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അത്ഭുതപ്പെടുകയാണ് കുമാരമഹാകവി. ജീവജാലങ്ങളോട് ഇത്രയധികം കാരുണ്യമുണ്ടായിരുന്ന ഒരു മഹാപുരുഷനെ ചരിത്രത്തിൽ കാണുവാൻ പ്രയാസം. ബുദ്ധനെ പോലെ തന്നെയല്ലേ, അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട്. കുട്ടിക്കാലത്ത് പിതാവിനെ കൃഷിയിൽ സഹായിക്കുമ്പോൾ നിലമുഴുന്ന കാളകളെ ഒരിക്കലും അടിക്കുകയോ തന്റെ ഇഷ്ടത്തിന് വിടുകയോ ഒന്നും ചെയ്യുന്നില്ല. കലപ്പയും കൈ പിടിച്ച് കാള എങ്ങോട്ട് പോകണോ അങ്ങോട്ട് തന്നെ പോവാനായിട്ട് യത്നിക്കുന്ന നാണുവിനെ നമുക്ക് കാണാം. വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്റെ അടുത്ത ബന്ധത്തിലുള്ള ആളെ അമ്പ് ചെയ്ത് പക്ഷിയെ വീഴ്ത്തി, അത് ഗുരുവിന്റെ മുമ്പിലാ വന്ന് വീണത്. ആ പക്ഷിയെ എടുത്ത് പ്രാഥമിക ശുശ്രൂഷ ചെയ്ത് ഇരിക്കുന്ന വേളയിലാണ് ഈ അമ്പെയ്തവൻ അവിടെ എത്തുന്നത്. അതിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചു. ഗുരു അവനെ കാര്യങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയും പക്ഷിയെ പറപ്പിച്ചു വിടുകയും ചെയ്യുന്നത് കാണും.
പിന്നീട് ഗുരുവിന്റെ ലോകസംഗ്രഹ പ്രവർത്തന വേളയിൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കൃഷിക്ക് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് കാളയെ ഉപയോഗിച്ച് കൃഷിക്ക് നനവ് നടത്തുകയാണ്. കാള മുമ്പോട്ട് പോകുമ്പോൾ അതിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന കയറ് വലിയുകയും കിണറ്റിൽ നിന്ന് വെള്ളം പൊങ്ങി വരികയും ചെയ്യും. വീണ്ടും താഴേക്ക് ഈ പാത്രം ഇറക്കി കൊടുക്കണം. അപ്പൊ അവിടെ നിന്ന് ദുഷ്ടനായ മനുഷ്യൻ ഈ കാളയെ പുറകോട്ട് തന്നെ നടത്തിക്കൊണ്ട് വരുന്നത് കണ്ടുകൊണ്ട് ഇവിടുത്തെ അന്തരീക്ഷം പോലും ദുഷിച്ചിരിക്കുന്നു, ഇത് ശ്വസിക്കാൻ പോലും കൊള്ളാത്തതാണ് എന്ന് അവിടുന്ന് കൽപ്പിക്കുകയും ആ പ്രവൃത്തിയുടെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് ദേവതാരാധന പോലും ഈശ്വരാരാധന പോലും കൊലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. ദേവീദേവന്മാർക്ക് കോഴിയെയും ആടിനെയും ഒക്കെ കൊന്ന് നിവേദിക്കുന്നത്. കൊടുങ്ങല്ലൂര് കോഴിവെട്ട പ്രസിദ്ധമായിരുന്നല്ലോ. അവിടെ ചെന്ന് കുറച്ച് കോഴികളെ പൈസ കൊടുത്ത് വാങ്ങി ഗുരു മോചിതനാക്കുന്ന കഥ ഗുരു കഥാമൃതത്തിലുണ്ട്. പിന്നെ ലോകത്തോടെ ഇത്രമാത്രം കാരുണ്യം, ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഇതൊക്കെ പറയുവാനും കേൾക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. തന്റെ ആയുസ്സും വപസ്സും തപസ്സും പോലും ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിച്ച മഹാപ്രഭുവാണ് അവിടുന്ന്. തഥാഗതനെപ്പോലെ, ബുദ്ധനെപ്പോലെ, സുഗതനെപ്പോലെ ലോകത്തിന് കാരുണ്യം ചൊരിഞ്ഞ ആ മഹാപ്രഭുവിന്റെ കാരുണ്യാതിരേകത്തെ നമിക്കാം. നന്ദി.